ആലുവ അങ്കമാലി ഭാഗങ്ങളിലൊക്കെ ഇന്നലെ വലിയ രീതിയിൽ കാറ്റും മഴയൊക്കെ വയനാട്ടിലും ഉണ്ടായി കേട്ടോ. ഇവിടെ വലിയ നാശനഷ്ടമാണ്. കൃഷിസ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. ചെങ്ങമനാട് പഞ്ചായത്തിൽ പുറയാർ ഗാന്ധിപുരത്ത് ശ്രീജിത്ത് ഷാജിയുടെ ഏത്തവാഴത്തോട്ടത്തിൽ 2000-ലധികം വാഴകളാണ് നശിച്ചത്. റാംഷ CP ചെങ്ങമനാട് നിന്നും തത്സമയം ചേരുന്നുണ്ട്. റാംഷ, ഗുഡ് മോർണിംഗ്. റാംഷ, കിടക്കുന്ന കിടപ്പ് കണ്ട സഹിക്കൂല. 2000-ഓളം ഏത്തക്കൊലകളാണ്. എനിക്ക് തോന്നുന്നു അത് കുലച്ചു വരാറാവുന്ന സമയത്താണ് ഈ വലിയ കാറ്റിടിച്ച് അവയെല്ലാം കടപുഴക്കിയിരിക്കുന്നത്. വല്ലാത്ത നഷ്ടമാണല്ലോ ഈ കർഷകൻ ഉണ്ടായിട്ടുണ്ടാവുക റാംഷ. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശങ്ങളിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീജിത്ത് ഷാജി എന്ന് പറയുന്ന അയാളുടെ ഒരു ഏത്തവാഴത്തോട്ടത്തിലാണ്. കുലച്ച വാഴകൾ ആണ് ഇവിടെ വ്യാപകമായി നശിച്ചിട്ടുള്ളത്. 2000-ഓളം വാഴകളാണ് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒടിഞ്ഞു വീണിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ സങ്കടകരമായ കാഴ്ചകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതുപോലെയുള്ള വെട്ടാറായ കൊലകളാണ് ഇപ്പോൾ ഇവിടെയെല്ലാം ഈ തോട്ടത്തിലെല്ലാം ഒടിഞ്ഞു വീണ് കിടക്കുന്നത്. വലിയ നാശനഷ്ടം ആണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. 2000-ലധികം ഏത്തവാഴകളാണ് ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ മാത്രം ഈ പ്രദേശത്ത് നശിച്ചിട്ടുള്ളത്. ഇന്നലെ കേവലം ഒരു അരമണിക്കൂർ സമയം മാത്രമാണ് വലിയ കാറ്റ് ഈ പ്രദേശങ്ങളിലെല്ലാം വീശിയടിച്ചത്. പക്ഷേ അതുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. ഈ തോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ നിരവധി തോട്ടങ്ങളിൽ ഇവിടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ വലിയ വലിയ മരങ്ങൾ ഉൾപ്പെടെ മറിഞ്ഞു വീണുകൊണ്ടുള്ള നാശനഷ്ടങ്ങൾ ഈ പ്രദേശങ്ങളിൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കിവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. വീടിന് മുകളിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണ് ഉൾപ്പെടെയുള്ള വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമ ശ്രീജിത്ത് ഷാജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് തോട്ടം താങ്കളുടെ സ്വന്തം തോട്ടമാണോ? എത്ര വാഴകൾ ഏകദേശം നശിച്ചു? 2000-ഓളം വാഴകൾ നശിച്ചിട്ടുണ്ട്. മുകളിൽ പോയിട്ടുണ്ട്. മൊത്തം പല സ്ഥലങ്ങളിലായിട്ട് 3500-ഓളം വാഴ പോയിട്ടുണ്ട്. വേറെ എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെ താങ്കൾ കൃഷി നടത്തുന്നു? 5000-ഓളം വാഴ വെച്ചിട്ടുണ്ട്. എല്ലാം നശിച്ചു പോയോ? മൊത്തം നശിച്ചു? ഇല്ല, ഒരു 3500-ഓളം വാഴ പോയിട്ടുണ്ട്. 3500-ഓളം ഇതുപോലെ കൊലച്ച വാഴകൾ തന്നെയാണ് നശിച്ചത്. വലിയ നാശനഷ്ടമാണ്. ഏകദേശം എത്ര രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുണ്ടാവുക? 8 ലക്ഷം രൂപയുടെ മുകളിലായിട്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 8 ലക്ഷം രൂപയുടെ. ഇതിന് ഇൻഷൂർ ഉണ്ടോ ഈ തോട്ടങ്ങൾക്ക്? ഇൻഷൂർ ഇല്ല. മഴക്ക് മുമ്പായിട്ട് വെട്ടി എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. ചെയ്തിട്ടില്ല. മഴക്കാലം കാറ്റും മഴയും വരുന്നതിനെക്കാട്ടി മുമ്പായിട്ട് വെട്ടി തീർക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് വെച്ചത്. ഇതിന് ലോണോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ട്. 2 ലക്ഷം രൂപ ബാങ്കിൽ. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് റാംഷ. 2000-ഓളം ഏത്തക്കൊലകളാണ് ഇതേപോലെ കാറ്റിൽ ആകെ താഴെ വീണ് കിടക്കുന്നത്. വല്ലാത്ത സങ്കടപ്പെടുന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയാം. ഇടിമിന്നലിനുള്ള സാധ്യത കൂടിയുണ്ട്. ഇനി വരുന്ന 3 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത. ഇന്നലെയൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ മഴയില്ലാത്ത സമയത്ത് വെട്ടുന്ന ഇടിക്ക് വെള്ളിടി വെട്ടി എന്നാണ് പറയുക. ഈ വെള്ളിടിയൊക്കെ വലിയ അപകടമുണ്ടായ പരിപാടിയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടിമിന്നൽ വരുന്നു എന്ന് തോന്നിയാൽ ആ സമയത്ത് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്കൊക്കെ പോകണം.